പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്തിനെയാണോ നോക്കുന്നത് അതിൻ്റെ തിളക്കമാണല്ലോ എൻ്റെ കണ്ണുകളിൽ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിന്റെ കണ്ണിലിങ്ങനെ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്, ഇതുവരെ പ്രകാശത്തെ നോക്കാത്തത് കൊണ്ട്. ഇന്ന് വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവമേ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി എന്ന് ഞാൻ അറിയുന്നു. ഓബിയച്ചൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ കർത്താവെ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി എന്ന് ഞാൻ അറിയുന്നു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം അതാണ് പറയുന്നത്, നമ്മുടെ കർത്താവ് പരിശുദ്ധനാകുന്നു. കർത്താവ് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കർത്താവെ, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഒരാളെ ഒന്നാമത്തെ വായന കാണിച്ചു തരും നമുക്കിന്ന്. മോശയാണ്. കർത്താവുമായിട്ടുള്ള ഇങ്ങനെ സമാഗമ കൂടാരത്തിലെ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഇയാൾ ഇറങ്ങി വരുന്ന നേരത്ത് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിൽ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചിരുന്നുവെന്ന് വചനം പറയുന്നുണ്ട്. കർത്താവിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നവരൊക്കെ പ്രകാശിതരായി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവ് അവിടുത്തെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. എന്നിട്ടും ആദ്യം സൂചിപ്പിച്ചതുപോലെ, എന്നിട്ടും എന്തുകൊണ്ടാണ് നിന്റെ കണ്ണിലിങ്ങനെ ഇരുട്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്നത്? കാരണം പ്രകാശത്തെ നോക്കാത്തത് കൊണ്ട്. സുവിശേഷം അത് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ളൊരു നിധി കണ്ടെത്തി കഴിയുമ്പോൾ കയ്യിലുള്ളത് മുഴുവൻ വിറ്റിട്ട് ആ വയൽ വാങ്ങാൻ പോകുന്ന ഒരാളെ വചനം ഓർമ്മപ്പെടുത്തി തരും. അതുപോലെ ആവാത്തത് കൊണ്ടാണ്, ഇതുവരെ വെളിച്ചത്തെ നോക്കാത്തത് കൊണ്ടാണ്, മറ്റെന്തിലൊക്കെയോ മനസ്സുടക്കി കിടക്കുന്നത് കൊണ്ടാണ്, കണ്ണ് മുഴുവൻ ഇങ്ങനെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ പാളിപ്പോകുന്നത് കൊണ്ടാണ് വിശുദ്ധിയില്ലാതെ പോകുന്നത്. ആ ഒരു വെണ്മയില്ലാതെ ജീവിക്കേണ്ടി വരണേ ജീവിതത്തിന്. ആ ഒരു പ്രകാശം ഇങ്ങനെ മുഖത്ത് നിറയാത്തത്, പ്രത്യാശ ഉള്ളിൽ നിറയാത്തത്, എത്ര കാലം ജീവിക്കുമെന്ന് ഇങ്ങനെ? കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി വിശുദ്ധരാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടി സമർപ്പിക്കണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് പ്രയാസം. എല്ലാ ദിവസവും രാവിലെ ക്ലാസ്സിൽ പോകാനായിട്ട് മക്കൾക്ക് മടിയാണെന്ന് പറഞ്ഞ് ആകുലപ്പെടുന്ന മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ഈ മക്കൾക്കുള്ള മടിയുടെ കാര്യം ഓർത്ത് ആകുലപ്പെടാത്തെ? ഭർത്താവും കുടിച്ചു നടക്കാണ്, ഭാര്യ കലഹിക്കുകയാണെന്ന് പറയുന്ന ജീവിത പങ്കാളി എന്തുകൊണ്ടാണ് അവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാത്തതിനെ കുറിച്ച് ഇങ്ങനെ വേദനിക്കാത്തെ? എന്തുകൊണ്ടാണ് നിന്റെ കണ്ണിൽ ഇപ്പോഴും ഇരുട്ട് നിറഞ്ഞിരിക്കുന്നത്? കാരണം ഇതുവരെയും പ്രകാശത്തെ, വെളിച്ചത്തെ നോക്കാത്തത് കൊണ്ട്. നമ്മുടെ കണ്ണുകൾ ഇതുവരെ ഉയർന്നിട്ടില്ല. ഇതുവരെ ഇങ്ങനെ താഴെയുള്ള കാര്യങ്ങളിൽ കർത്താവെ, വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഓരോ കുടുംബത്തിലും ഇങ്ങനെ വിശുദ്ധർ നിറയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും വിശുദ്ധനും വിശുദ്ധയുമായി തീരാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. പരസ്പരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സ്വയം പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അഹങ്കാരമൊക്കെ ആയിട്ട് മാറിയെന്ന് വരാം. അത്രയ്ക്ക് മോശപ്പെട്ട ജീവിതം ജീവിച്ചുകൊണ്ടാണ് പറയണേ, കർത്താവ് എനിക്ക് വിശുദ്ധനാവണം, വിശുദ്ധയാവണം. നേരെ മറിച്ച് ഞാൻ എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചാലോ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ, എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധരാവാൻ വേണ്ടി പ്രാർത്ഥിച്ചാലോ, എൻ്റെ ജീവിത പങ്കാളി വിശുദ്ധനാവാൻ വേണ്ടി പ്രാർത്ഥിച്ചാലോ, എൻ്റെ അനുജത്തി, എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങള്, എൻ്റെ ആങ്ങള ഒക്കെ ഇങ്ങനെ വിശുദ്ധരാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? അതിനുവേണ്ടി തന്നെയാണ് വചനം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തണേ. ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളിൽ അന്വേഷിക്കുവിൻ. കാരണം സ്വർഗം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാ നിങ്ങൾ. വചനം പറയണ കാര്യമാണ്. ഈ ലോകത്തിൻ്റെതല്ല, നേരെ മറിച്ച് സ്വർഗത്തിൻ്റെതാണ്. ആ വിശുദ്ധിയിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച ആ വിശുദ്ധി ജീവിക്കാനുള്ള കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും നമ്മളിന്ന് നിസ്സാര കാര്യമല്ല പ്രാർത്ഥിക്കണേ. പറഞ്ഞല്ലോ, അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണേ.
ഇന്നത്തെ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ വിശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ തീക്ഷ്ണതയോടുകൂടെ വേണം പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സമർപ്പിക്കാൻ. മുട്ടിന്മേൽ നിന്നുകൊണ്ട് കർത്താവെ, പരമപരിശുദ്ധിയുടെ ഒരു ചെറിയ ചീളെങ്കിലും ഞങ്ങളിലേക്ക് വർഷിക്കാൻ മനസ്സാകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ അനുഗ്രഹം, ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈ രാത്രി മാത്രമല്ല, ഓരോ രാത്രികളും നമ്മൾ കിടക്കകളിലേക്ക് മടങ്ങുമ്പോൾ വചനം ഇങ്ങനെ ഉള്ളിലുണ്ടാവണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഇതിങ്ങനെ ഹൃദയത്തിൽ തുടിക്കണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.